കേരള പോലീസ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ദിന സൈക്കിൾ റാലി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുകയാണിപ്പോൾ. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യും. മുരളീധരൻ്റെ സൈക്കിൾ യജ്ഞം നമുക്ക് കൂടി ഒന്ന് കണ്ടിട്ട് ഈ അജ്മൽ ദിറാറിലേക്ക് പോകാം. ഓക്കെ, അല്പസമയത്തിനകം അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനം പ്രമാണിച്ച് കേരള പോലീസ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ദിന സൈക്കിൾ റാലിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പം അല്പസമയത്തിനകം ഈ സൈക്കിൾ റാലിയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അജ്മൽ ദിറാർ കൂടി ചേരുന്നുണ്ട്. എന്തായാലും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം റാലികളും സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്ന ദിവസമാണ്. ഐക്യരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ലഹരിമുക്തമായ ഒരു ലോകം സൃഷ്ടിക്കുകയാണ് UN താല്പര്യം. ഇപ്പോൾ കെ മുരളീധരൻ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഈ സൈക്കിൾ റാലി. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അജ്മൽ ദിറാർ, താങ്കൾ അവിടെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അജ്മൽ ദിറാർ ശരിയാണ്, പറയാം അജ്മൽ. SKN സംസ്ഥാന ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന ഈ ലഹരി വിരുദ്ധ സൈക്കിൾ റാലിയുടെ ഉദ്ഘാടനമാണ് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചത്. മാനവീയ വീതിയിൽ നടന്ന ചടങ്ങിൽ പ്രതിജ്ഞ അടക്കം എടുത്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ സൈക്കിൾ റാലിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് ഈ ലഹരി എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായി, പ്രത്യേകിച്ച് യുവതലമുറയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അതിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ട് പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സംസ്ഥാനം വലിയ തോതിലുള്ള പിന്തുണയാണ് നൽകുന്നത്. കേരളം അതിനെ ഒറ്റക്കെട്ടായി ഈ ലഹരി വിരുദ്ധതയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്, ലഹരിയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ സംസാരിച്ച ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ എല്ലാവരും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഉറപ്പും ഇവിടെ കൂടിയവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പൊതുജനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ SPC കേഡറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ കൂടാതെ ഈ പറയുന്ന വനിതാ കേഡറ്റുകളുണ്ട്. ഇപ്പോൾ മന്ത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി എന്താണ് സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ? അല്ല, ഇതിൽ ഉള്ള മുന്നേറ്റം അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നത് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും പദ്ധതിക്ക് ഉണ്ടാകും അല്ലേ? ഇനി തീർച്ചയായിട്ടും സർക്കാരാണല്ലോ ഇതിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നതും. സർക്കാർ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വം. മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ മരണ വീടുകളിലൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്തെടുത്ത് പോകുമ്പോഴൊക്കെ പലയിടങ്ങളിലും ഈ ലഹരിയുടെ ഡിപ്രഷനാണ് കുട്ടികളുടെ മരണ കാരണം. അതാണ് അതിൻ്റെ മുഖ്യ കാരണം. ഏതൊരു വിപത്ത് നോക്കുമ്പോഴും അതിൻ്റെ പുറകിൽ ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം കാണാം. അതുകൊണ്ടാണ് അത് തുടച്ചു നീക്കണം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. തലമുറയെ തന്നെ സ്വാധീനിക്കുന്ന വിപത്തായിട്ട് മാറി. ഇന്നത്തെ യങ് ജനറേഷനെ പോലും അത് സ്വാധീനിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. SKN ഇതാണ് ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ ഇനിയും ശക്തമായി ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേരള പോലീസും സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നതും അതിനെ പൂർണ്ണ പിന്തുണ നൽകിയതുമെന്നാണ് മന്ത്രി കെ മുരളീധരൻ നമ്മളോടൊപ്പം പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.